ഗുഡ് മോർണിംഗ്. ഇന്ന് യൂണിറ്റ് 2 ആണ്. നമ്മൾ എസ്റ്റിമേറ്റിംഗിലെ യൂണിറ്റ് 2ലേക്ക് കടക്കുകയാണ്. യൂണിറ്റ് 2 എന്ന് പറയുന്നത് ടൈപ്സ് ഓഫ് എസ്റ്റിമേറ്റ്, വിവിധ തരം എസ്റ്റിമേറ്റുകൾ, ടൈപ്സ് ഓഫ് എസ്റ്റിമേറ്റ്. പ്രധാനമായിട്ടും നമ്മൾ 4 ടൈപ്പാണ് എസ്റ്റിമേറ്റ് ഉള്ളത്. ഒന്ന് അപ്രോക്സിമേറ്റ് എസ്റ്റിമേറ്റ്, 2 പ്ലിന്ത് ഏരിയ എസ്റ്റിമേറ്റ്, 3 ക്യൂബിക്കൽ കണ്ടന്റ് എസ്റ്റിമേറ്റ്, 4 ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ്. അപ്പം എസ്റ്റിമേറ്റ് പ്രധാനമായിട്ട് 4 ടൈപ്പാണ് ഉള്ളത്. ഒന്ന് നമ്പർ 1 അപ്രോക്സിമേറ്റ് എസ്റ്റിമേറ്റ്, നമ്പർ 2 പ്ലിന്ത് ഏരിയ എസ്റ്റിമേറ്റ്, നമ്പർ 3 ക്യൂബിക്കൽ കണ്ടന്റ് എസ്റ്റിമേറ്റ്, നമ്പർ 4 detailed estimate. So we can prepare an estimate of a building by any these 4 types: approximate estimate, plinth area estimate, cubical content estimate, detailed estimate. So I will explain one by one. First one is approximate estimate. Approximate estimate. What is approximate estimate? Approximate estimate എന്ന് പറയുന്നത് അതിന്റെ പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അത് അപ്രോക്സിമേറ്റ് ആയിട്ടുള്ള ഒരു റഫ് എസ്റ്റിമേറ്റ് ആണെന്ന്. ഇറ്റ് ഈസ് നോട്ട് എ കറക്റ്റഡ് എസ്റ്റിമേറ്റ്, ഇറ്റ് ഈസ് ഓൺലി എ റഫ് എസ്റ്റിമേറ്റ്. ഇറ്റ് ഈസ് എ റഫ് എസ്റ്റിമേറ്റ്. റഫ് കോസ്റ്റ് ഈസ് കാൽക്കുലേറ്റഡ് ഫ്രം എ ലൈൻ സ്കെച്ച്. സോ ദ എസ്റ്റിമേറ്റ് ഓഫ് എ ബിൽഡിംഗ് can be calculated easily, very fast, as the rough cost from the line sketch. It will be approximate. The purpose of preparing an approximate estimate is for the feasibility of the project. ഒരു പ്രോജക്റ്റ് വർക്കിൽ നമ്മൾ എടുക്കുന്ന അതിന്റെ ഫണ്ട് അലോട്ട്മെന്റ് അത് എത്രമാത്രം ഫീസിബിൾ ആണെന്ന് മനസ്സിലാക്കാൻ നമുക്കൊരു അപ്രോക്സിമേറ്റ് എസ്റ്റിമേറ്റ് വെച്ച് മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് സമയവും പണവും ലാഭിക്കും. സേവ് ടൈം ആൻഡ് മണി. നമുക്ക് ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് എടുക്കുമ്പോൾ ഒരുപാട് സമയവും നമ്മുടെ മണിയും ചെലവാവും. കുറച്ചുകൂടെ സ്പീഡിൽ നമുക്ക് പെട്ടെന്നൊരു എസ്റ്റിമേറ്റ് തയ്യാറാക്കണമെങ്കിൽ വി വിൽ ഡു ആൻ അപ്രോക്സിമേറ്റ് വർക്ക്. പിന്നെ ഫോർ പ്ലാനിങ്, നമുക്ക് പ്ലാൻ ചെയ്യണമെങ്കിൽ പ്രോജക്റ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യണം. പ്ലാൻ ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് അതിന്റെ ക്രമീകരിക്കണമെങ്കിൽ നമുക്ക് ഒരു അപ്രോക്സിമേറ്റ് വാല്യൂ ഓഫ് ബഡ്ജറ്റ്, അപ്രോക്സിമേറ്റ് ബഡ്ജറ്റ് വേണം. നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റുന്നതാണ് റഫ് കോസ്റ്റ് എടുക്കാം. ദറ്റ് ഈസ് അപ്രോക്സിമേറ്റ് വേറൊരു ആവശ്യമാണ്. ഒരു ഇൻഷുറൻസ് ടാക്സ് അതിന്റെയൊക്കെ കണ്ടുപിടിക്കാനുണ്ട്. എത്രയാണ് ഇൻഷുറൻസ് വരും, എത്ര ടാക്സ് വരും എന്നൊക്കെ റഫായിട്ട് മനസ്സിലാക്കാനും അപ്രോക്സിമേറ്റ് എസ്റ്റിമേറ്റ്. അപ്പൊ അപ്രോക്സിമേറ്റ് എസ്റ്റിമേറ്റ് ഇസ് എൻ അപ്രോക്സിമേറ്റ് കോസ്റ്റ്. കറക്റ്റ് ആയിട്ടുള്ള കോസ്റ്റ് അല്ല, ഒരു കെട്ടിടത്തിന്റെയോ ഒരു പ്രോജക്റ്റിന്റെ ഏകദേശമുള്ള ഒരു എസ്റ്റിമേറ്റ് എന്ന് പറയുന്നതാണ് അപ്രോക്സിമേറ്റ് എസ്റ്റിമേറ്റ്. അത് റഫായിട്ടുള്ള കോസ്റ്റ് ആയിരിക്കും. നമുക്ക് ലൈൻ സ്കെച്ച് മാത്രം മതി, അത് വെച്ച് നമ്മൾ റഫായിട്ട് കാൽക്കുലേറ്റ് ചെയ്തെടുക്കുന്നതാണ് അപ്രോക്സിമേറ്റ് എസ്റ്റിമേറ്റ്. ഒരു പ്രോജക്റ്റിന്റെ ഫീസിബിലിറ്റി മനസ്സിലാക്കാൻ സഹായിക്കുന്നു. നമുക്ക് പെട്ടെന്ന് സമയവും പണവും ലാഭിക്കുന്നു. അതുപോലെ തന്നെ ബെനിഫിറ്റ്, നമ്മൾ അത്ര ചെലവാക്കുന്ന എമൗണ്ടിന്റെ അത്ര ബെനിഫിറ്റ് അതിന് കിട്ടുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ ടാക്സ്, ഇൻഷുറൻസ് എമൗണ്ട് മനസ്സിലാക്കാൻ, ഇങ്ങനെയൊക്കെ പെട്ടെന്നുള്ള ആവശ്യങ്ങൾക്ക് സ്പീഡായിട്ട് റഫായിട്ട് എടുക്കുന്ന എസ്റ്റിമേറ്റിനെയാണ് അപ്രോക്സിമേറ്റ് എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത്. ഇത് കറക്റ്റ് ആയിട്ടുള്ള എസ്റ്റിമേറ്റ് അല്ല, കറക്റ്റ് വാല്യൂ വിൽ ബി ഡിഫറെന്റ്. എന്നാലും ഒരു ഏകദേശ ധാരണ നമുക്ക് കിട്ടും. ആ പ്രോജക്റ്റിന്റെ എസ്റ്റിമേറ്റിനെ പറ്റിയുള്ള ഒരു ഏകദേശ ധാരണ അപ്രോക്സിമേറ്റ് എസ്റ്റിമേറ്റിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ദറ്റ് ഈസ് അപ്രോക്സിമേറ്റ് എസ്റ്റിമേറ്റ്. Then the second one is plinth area estimate. Second one is plinth area estimate. Plinth area estimate. So what is plinth area estimate? Plinth area estimate എന്ന് പറയുന്നത് പ്ലിന്ത് ഏരിയ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഒരു ബിൽഡിംഗിന്റെ പ്ലിന്ത് ഏരിയ പ്ലാൻ, ടെക്നിക്കൽ പ്ലാനിൽ നിന്നും കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം ആ പ്ലിന്ത് ഏരിയയെ പ്ലിന്ത് ഏരിയ റേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ പ്ലിന്ത് ഏരിയ എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത് കുറച്ചും കൂടെ ആക്യുറേറ്റ് ആയിരിക്കും. അതായത് ഒരു ബിൽഡിംഗിന്റെ പ്ലിന്ത് ഏരിയ കണക്കാക്കിയതിനു ശേഷം ആ പ്ലിന്ത് ഏരിയ റേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് പ്ലിന്ത് ഏരിയ എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത്. സോ പ്ലിന്ത് ഏരിയ എസ്റ്റിമേറ്റ് ഈസ് എ മോർ ആക്യുറേറ്റ് ദാൻ അപ്രോക്സിമേറ്റ് എസ്റ്റിമേറ്റ്.
In this method, we are calculating the plinth area of a building from the given plan and using the plinth area rate. Plinth area rate എന്ന് പറയുന്നത് ആ ലൊക്കാലിറ്റിയിലെ ആ ക്വാളിറ്റി, ആ ടൈപ്പ് ഓഫ് ബിൽഡിങ്ങിന്, ഏകദേശം ആ ക്വാളിറ്റിയിലെ ആ ടൈപ്പ് ഓഫ് ബിൽഡിങ്ങിന് ആ ലൊക്കാലിറ്റിയിലെ പ്ലിന്ത് ഏരിയ റേറ്റ് എത്രയാണെന്ന് നമ്മൾ കണ്ടുപിടിച്ചെടുക്കും, മനസ്സിലാക്കും. അത് അന്വേഷിച്ചതിന് ശേഷം ആ പ്ലിന്ത് ഏരിയ റേറ്റിനെ ടോട്ടൽ പ്ലിന്ത് ഏരിയ കൊണ്ട് ഗുണിക്കുമ്പോൾ വി വിൽ ഗെറ്റ് ദി പ്ലിന്ത് ഏരിയ എസ്റ്റിമേറ്റ്. അപ്പൊ ഇത് ബെറ്റർ ദാൻ ഫസ്റ്റ് വൺ, ഇതിനേക്കാൾ ഒന്നും കൂടെ ആക്യുറേറ്റ് ആയിരിക്കും. അപ്പൊ ഒരു കെട്ടിടത്തിന്റെ പ്ലിന്ത് ഏരിയ എസ്റ്റിമേറ്റ് എന്ന് വെച്ചാൽ കെട്ടിടത്തിന്റെ പ്ലിന്ത് ഏരിയ നമ്മൾ പ്ലാനിൽ നിന്നും കണ്ടുപിടിക്കും. ആ പ്ലിന്ത് ഏരിയയെ പ്ലിന്ത് ഏരിയ റേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് പ്ലിന്ത് ഏരിയ എസ്റ്റിമേറ്റ്. പ്ലിന്ത് ഏരിയ റേറ്റ് എന്ന് പറയുന്നത് ആ ലൊക്കാലിറ്റിയിൽ എവിടാണോ നമ്മുടെ ബിൽഡിംഗ് അല്ലെങ്കിൽ സ്ട്രക്ചർ അല്ലെങ്കിൽ പ്രോജക്ട് നിൽക്കുന്നത് അവിടെ ഒരു സ്ക്വയർ മീറ്ററിനോ ഒരു സ്ക്വയർ ഫീറ്റിനോ എത്ര റേറ്റ് ആവുമെന്ന് നമുക്ക് വി ക്യാൻ എൻക്വയർ ആൻഡ് ഫൈൻഡ് ഔട്ട്. അപ്പൊ അത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് പ്ലിന്ത് ഏരിയ എസ്റ്റിമേറ്റ്. ദെൻ വി ഹാവ് ദ തേർഡ് വൺ, ക്യൂബിക്കൽ കണ്ടന്റ് എസ്റ്റിമേറ്റ്. So, the third one is cubical content estimate. Cubical content estimate means, in this method, we are calculating the cubical content of the building. ആ കെട്ടിടത്തിന്റെ ആ സ്ട്രക്ചറിന്റെ cubical content മനസ്സിലാക്കും. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. cubical content കാൽക്കുലേറ്റ് ചെയ്തെടുത്തതിന് ശേഷം ക്യൂബിക്കൽ ഒരു ക്യൂബിക് മീറ്ററിന് അല്ലെങ്കിൽ ഒരു ക്യൂബിക് ഫീറ്റിനൊക്കെ അവിടെ എത്ര ആ ലൊക്കാലിറ്റിയിൽ എത്രയാണ് റേറ്റ് എന്ന് മനസ്സിലാക്കും. അങ്ങനെ ക്യൂബിക്കൽ കണ്ടന്റിനെ ആ റേറ്റ് കൊണ്ട് ക്യൂബിക്കൽ കണ്ടന്റിന്റെ റേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വി വിൽ ഗെറ്റ് ദ ക്യൂബിക്കൽ കണ്ടന്റ് എസ്റ്റിമേറ്റ്. സോ ക്യൂബിക്കൽ കണ്ടന്റ് എസ്റ്റിമേറ്റ് ഉപയോഗിക്കുന്ന മെത്തേഡ് എന്ന് വെച്ചാൽ ഫസ്റ്റ് ഓഫ് ഓൾ ക്യൂബിക്കൽ കണ്ടന്റ് ഓഫ് ദി ബിൽഡിംഗ് കണ്ടുപിടിക്കും. ബിൽഡിംഗിന്റെ ലെങ്ത് ബ്രെഡ്ത്ത് ഹൈറ്റ് വെച്ച് ക്യൂബിക്കൽ കണ്ടന്റ് കണ്ടുപിടിച്ചതിന് ശേഷം ആ ക്യൂബിക്കൽ കണ്ടന്റിനെ നമ്മൾ ആ ഒരു ക്യൂബിക്കൽ ഒരു യൂണിറ്റിന്, ദാറ്റ് മീൻസ് ഒരു മീറ്റർ ക്യൂബ് അല്ലെങ്കിൽ ഒരു സ്ക്വയർ ക്യൂബിക്കൽ ഫീറ്റിന്റെ റേറ്റ് കണ്ടു മനസ്സിലാക്കും, എൻക്വയർ ചെയ്യും, മനസ്സിലാക്കും. ആ ക്വാളിറ്റിയിലെ കെട്ടിടത്തിന് ആ പ്രദേശത്തുള്ള ക്യൂബിക്കൽ കണ്ടന്റ് റേറ്റ് മനസ്സിലാക്കിയതിനു ശേഷം ക്യൂബിക്കൽ കണ്ടന്റ് റേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ക്യൂബിക്കൽ കണ്ടന്റ് എസ്റ്റിമേറ്റ് കിട്ടും. അപ്പൊ സോ ഫസ്റ്റ് വൺ ഈസ് അപ്രോക്സിമേറ്റ് എസ്റ്റിമേറ്റ്. ഇറ്റ് ഈസ് എ റഫ് value. From the rough line sketch, we are calculating the approximate probable cost. It is called approximate estimate. It is necessary for some purpose. ചില ആവശ്യങ്ങൾക്ക് ഇത് വേണം. ഇത് രണ്ട് പ്ലിന്ത് ഏരിയ എസ്റ്റിമേറ്റ്. From the plinth area, we are find out the estimate. Then cubical content estimate. First of all, cubical content of the building is calculated. Then multiplied by the rate will give the cubical content estimate. Then the fourth one, the main type of the fourth one is detailed estimate. Detailed estimate. This is the most accurate type of estimate. ഇതാണ് ഏറ്റവും ശരിയായ എസ്റ്റിമേറ്റിംഗ് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് വൺ അപ്രോക്സിമേറ്റ് എസ്റ്റിമേറ്റ്. In this method, we are finding out the approximate cost or a rough cost of the building, and it can be find out without any technical drawing, detailed drawing. Only line sketch is needed for finding out the approximate value of building, approximate estimate. അതിന് ഒരുപാട് ആവശ്യങ്ങളുണ്ട്. നമുക്കൊരു അതിന്റെ പ്രോജക്റ്റ് ആ ബിൽഡിങ്ങിന്റെ ഫീസിബിലിറ്റി മനസ്സിലാക്കാൻ, നമ്മൾ ചെലവാക്കുന്ന പണത്തിന് അത്രയും മൂല്യമുണ്ടോ എന്ന് മനസ്സിലാക്കാം, ടാക്സ് എത്ര വരുമെന്ന് മനസ്സിലാക്കാൻ സഹായിക്കുന്നു, അതുപോലെ ഇൻഷുറൻസ് എത്ര വരുമെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നു. പിന്നെ നമുക്ക് ടൈമും സമയവും പിന്നെ മണിയും ഒക്കെ സേവ് ചെയ്യാം പെട്ടെന്ന് അപ്രോക്സിമേറ്റഡ് എസ്റ്റിമേറ്റ് എടുക്കുവാണെങ്കിൽ. അപ്പൊ അതൊക്കെ അതിന്റെ ആവശ്യകതയാണ്. ഇനി നമ്മൾ കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് വൃത്തിയായിട്ട് എടുക്കുന്ന എസ്റ്റിമേറ്റ് ആണ് പ്ലിന്ത് ഏരിയ എസ്റ്റിമേറ്റ്. അത് നമ്മൾ സാധാരണ മിക്കവാറും ചെയ്യുന്ന പ്ലിന്ത് ഏരിയ, ഒരു ബിൽഡിംഗ് നമ്മൾ വാങ്ങിക്കാൻ ചെല്ലുമ്പോഴും ആദ്യം അതിന്റെ പ്ലിന്ത് ഏരിയ എത്രയാണെന്ന് നോക്കും. ആ പ്ലിന്ത് ഏരിയ കണക്കാക്കിയിട്ട് പ്ലിന്ത് ഏരിയ വെച്ചിട്ടാണ് നമ്മൾ റഫായിട്ടൊരു എസ്റ്റിമേറ്റ് അങ്ങനെയാണ് മിക്കവാറും എടുക്കാറുള്ളത്. അപ്പൊ പ്ലിന്ത് ഏരിയ എസ്റ്റിമേറ്റ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ അപ്രോക്സിമേറ്റ് എസ്റ്റിമേറ്റിനേക്കാളും ഒന്നും കൂടെ കറക്റ്റ് ആയിരിക്കും പ്ലിന്ത് ഏരിയ എസ്റ്റിമേറ്റ്. എന്താണ് പ്ലിന്ത് ഏരിയ എസ്റ്റിമേറ്റ് എന്ന് വെച്ചാൽ ആ ബിൽഡിംഗിന്റെ പ്ലിന്ത് ഏരിയ ആദ്യം കണ്ടുപിടിക്കും. പ്ലാനിൽ നിന്നും പ്ലിന്ത് ഏരിയ റേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ പ്ലിന്ത് ഏരിയ എസ്റ്റിമേറ്റ് കിട്ടും. ഇനി ക്യൂബിക്കൽ കണ്ടന്റ് എസ്റ്റിമേറ്റ് എന്ന് പറഞ്ഞാൽ ആ ബിൽഡിംഗിന്റെ ക്യൂബിക്കൽ കണ്ടന്റ് കണ്ടുപിടിക്കും. ദാറ്റ് മീൻസ് ലെങ്ത് ബ്രെഡ്ത്ത് ഹൈറ്റ് വെച്ച് അതിന്റെ വോളിയോമെട്രിക് വാല്യൂ ക്വാണ്ടിറ്റി കണ്ടുപിടിക്കും. അതിനുശേഷം ആ ക്വാണ്ടിറ്റിയെ ആ ഒരു യൂണിറ്റ് വോളിയത്തിന്റെ റേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. സോ ദെൻ യു വിൽ ഗെറ്റ് ദി ക്യൂബിക്കൽ കണ്ടന്റ് എസ്റ്റിമേറ്റ്.
Now the fourth and the main type of estimating, the important technical correct type of method is detailed estimate. Detailed estimate means ഇതിനകത്ത് ഈ ടൈപ്പ് ഓഫ് എസ്റ്റിമേറ്റിംഗ് ചെയ്യുന്ന മെത്തേഡ് അനുസരിച്ച് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു കെട്ടിടത്തിനെ പല ഐറ്റം ഓഫ് വർക്ക് ആയിട്ട് ഡിവൈഡ് ചെയ്യും. സോ ദ ഹോൾ ബിൽഡിംഗ് ഈസ് ഡിവൈഡഡ് ഇൻ ടു എ നമ്പർ ഓഫ് ഐറ്റംസ്. ഈച്ച് ഐറ്റം ഓഫ് വർക്ക്, ഓരോ ഐറ്റം ഓഫ് വർക്കും പ്രത്യേകം പ്രത്യേകം ഡിവൈഡ് ചെയ്ത് പല ഐറ്റം ഓഫ് വർക്ക് ആക്കിയതിനു ശേഷം ഓരോ ഐറ്റത്തിന്റെയും, ഫോർ എക്സാമ്പിൾ നമ്മൾ ഓരോ ഐറ്റത്തിന്റെയും എർത്ത് വർക്ക് എക്സ്കവേഷൻ, PCC, മേസൺറി, വുഡ് വർക്ക്, പെയിന്റിംഗ്, പ്ലാസ്റ്ററിംഗ്, വൈറ്റ് വാഷിംഗ്, ഇങ്ങനെ ഓരോ ഐറ്റം ആയിട്ട് അതിനെ എർത്ത് വർക്ക് എക്സ്കവേഷൻ, PCC, മേസൺറി, വൈറ്റ് വാഷിംഗ്, പെയിന്റിംഗ്, ഫ്ലോറിംഗ്, ഇങ്ങനെ പല പല ഐറ്റം ആയിട്ട് ബിൽഡിങ്ങിനെ വർക്കുകളെ പല കൊച്ചു കൊച്ചു ഐറ്റം ആയിട്ട് ഡിവൈഡ് ചെയ്യും. ആ ഓരോ ഐറ്റത്തിന്റെയും ക്വാണ്ടിറ്റി നമ്മൾ അതാത് മെഷർമെന്റ് എടുത്തതിന് ശേഷം സെപ്പറേറ്റ് കണ്ടുപിടിക്കും. ഇപ്പൊ എർത്ത് വർക്ക് എക്സ്കവേഷന്റെ ക്വാണ്ടിറ്റി കണ്ടുപിടിക്കണമെങ്കിൽ അതിന്റെ ലെങ്തും ബ്രെഡ്ത്തും ഹൈറ്റും എടുത്തിട്ട് അതിന്റെ ക്വാണ്ടിറ്റി പ്രത്യേകം കണ്ടുപിടിക്കും. PCC ആണെങ്കിൽ അതുപോലെ തന്നെ അതിന്റെ ക്വാണ്ടിറ്റി LBH ആണ് ക്വാണ്ടിറ്റി, അത് പ്രത്യേകം കണ്ടുപിടിക്കും. മേസൺറി ആണെങ്കിൽ അതിന്റെ ആ ഐറ്റത്തിന്റെ ക്വാണ്ടിറ്റി ഓഫ് വർക്ക് പ്രത്യേകം കണ്ടുപിടിക്കും. വൈറ്റ് വാഷിംഗ് ആണെങ്കിലും ആ വൈറ്റ് വാഷ് ചെയ്യുന്ന ഏരിയ നമ്മൾ പ്രത്യേകം കണ്ടുപിടിക്കും. പെയിന്റിങ്ങും അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് കണ്ടുപിടിക്കും. അപ്പൊ ഓരോ ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് എന്ന് വെച്ചാൽ ഒരു വലിയ പ്രോജക്ട് ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ പല ഐറ്റം ഓഫ് വർക്കായിട്ട് ഡിവൈഡ് ചെയ്തതിനു ശേഷം ഓരോ ഐറ്റം ഓഫ് വർക്കിന്റെയും ക്വാണ്ടിറ്റി പ്രത്യേകം സെപ്പറേറ്റ് ആയിട്ട് കണ്ടുപിടിക്കും. അതിനുശേഷം ഓരോ ക്വാണ്ടിറ്റിയുടെയും കോസ്റ്റ് കണ്ടുപിടിക്കും. ഫോർ എക്സാമ്പിൾ എർത്ത് വർക്ക് എക്സ്കവേഷൻ ആണെങ്കിൽ അതിന്റെ ക്വാണ്ടിറ്റി കണ്ടുപിടിച്ചതിന് ശേഷം അതിന്റെ കോസ്റ്റ് കണ്ടുപിടിക്കും. PCC ആണെങ്കിൽ അതിന്റെ ക്വാണ്ടിറ്റി കണ്ടുപിടിച്ചതിന് ശേഷം അതിന്റെ കോസ്റ്റ് കണ്ടുപിടിക്കും. മേസൺറി ആണെങ്കിൽ അതിന്റെ ക്വാണ്ടിറ്റി മനസ്സിലാക്കിയതിനു ശേഷം കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം അതിന്റെ കോസ്റ്റ് ഉണ്ട്, മൾട്ടിപ്ലൈ ചെയ്ത് അതിന്റെ റേറ്റ് ഇട്ട് അതിന്റെ കോസ്റ്റ് ഉണ്ട്. അങ്ങനെ ഓരോന്നും സെപ്പറേറ്റ് ക്വാണ്ടിറ്റി കണ്ടുപിടിച്ച് സെപ്പറേറ്റ് ഓരോ ഐറ്റം ഓഫ് വർക്കിന്റെയും കോസ്റ്റ് സെപ്പറേറ്റ് ആയിട്ട് പ്രത്യേകം കാൽക്കുലേറ്റ് ചെയ്തിട്ട് അങ്ങനെയാണ് ടോട്ടൽ കോസ്റ്റ് കണ്ടുപിടിക്കുന്നതെങ്കിൽ അതിന് പറയുന്നതാണ് ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ്. ദിസ് ഈസ് ദ മോസ്റ്റ് ആക്യുറേറ്റ് വേ ഓഫ് എസ്റ്റിമേഷൻ ഓഫ് ബിൽഡിംഗ്. മോസ്റ്റ് ആക്യുറേറ്റ് വേ ഇസ് ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ്. So, in detailed estimating, the whole project or the construction work is divided into a number of items of work, and the quantity of each item of work is calculated separately by estimating. For example, earthwork excavation, PCC, foundation work, rubble masonry, every work is calculated separate quantities. Then each quantity is multiplied by the rate will give you the cost of each quantity, each item. അങ്ങനെ ഓരോ ഐറ്റത്തിന്റെയും എർത്ത് വർക്കിന്റെ കോസ്റ്റ് വേറെ, PCCയുടെ കോസ്റ്റ് വേറെ കണ്ടുപിടിച്ചു, മേസൺറിയുടെ കോസ്റ്റ് വേറെ കണ്ടുപിടിച്ചു. അങ്ങനെ ഈ ഓരോ ഐറ്റം ഓഫ് വർക്കിന്റെയും സെപ്പറേറ്റ് കോസ്റ്റ് കണ്ടുപിടിച്ചതിന് ശേഷം ടോട്ടൽ കോസ്റ്റ് കണ്ടുപിടിക്കുന്നതാണ് ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ്. സോ ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് ഇസ് ദ മോസ്റ്റ് ആക്യുറേറ്റ് ടൈപ്പ് ഓഫ് എസ്റ്റിമേറ്റ് ആൻഡ് മോസ്റ്റ് കറക്റ്റ് ടൈപ്പ് ഓഫ് എസ്റ്റിമേറ്റ്. അതാണ് നമ്മൾ ശരിയായ രീതിയിൽ എസ്റ്റിമേറ്റ് എടുക്കുന്ന മാർഗം ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റിംഗ് ആണ്. സോ അപ്പം ടോട്ടലി എസ്റ്റിമേറ്റിംഗ് 4 ടൈപ്പാണുള്ളത്. എസ്റ്റിമേഷൻ മെത്തേഡ് 4 ടൈപ്പാണുള്ളത്. ഒന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ് എസ്റ്റിമേറ്റ് ആണ്. അപ്രോക്സിമേറ്റ് എസ്റ്റിമേറ്റ്. രണ്ടാമത്തത് പ്ലിന്ത് ഏരിയ എസ്റ്റിമേറ്റ്. മൂന്നാമത്തത് എന്താണ്? ക്യൂബിക്കൽ കണ്ടന്റ് എസ്റ്റിമേറ്റ്. നാലാമത്തത് എന്താണ്? ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ്. So these are the four types of estimate: approximate estimate, plinth area estimate, cubical content estimate, detailed estimate. So these are the four types of estimation. Now we are going to study how method of estimation. എസ്റ്റിമേഷൻ മെത്തേഡ്സ് 4 ടൈപ്പ് എസ്റ്റിമേറ്റ് ആണ് ഉള്ളത്. അപ്രോക്സിമേറ്റ് എസ്റ്റിമേറ്റ്, പ്ലിന്ത് ഏരിയ എസ്റ്റിമേറ്റ്, ക്യൂബിക്കൽ കണ്ടന്റ് എസ്റ്റിമേറ്റ് ആൻഡ് ദ ഫോർത്ത് വൺ ഇസ് ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ്. അപ്പൊ അങ്ങനെ ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് ആണ് ഏറ്റവും ശരിയായ രീതിയിലുള്ള എസ്റ്റിമേറ്റിംഗ് മെത്തേഡ്. അതിൽ ഏതൊക്കെ 2 രീതിയിൽ നമുക്ക് അതിന്റെ കാൽക്കുലേഷൻ ചെയ്യാം. അപ്പൊ ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് എടുക്കുന്ന സമയത്ത് നമുക്ക് 2 രീതിയിൽ അതിന്റെ കാൽക്കുലേഷൻ ചെയ്യാം. ഒരു രീതി എന്ന് പറയുന്നത് ലോങ് വാൾ ഷോർട്ട് വാൾ മെത്തേഡ്. Method is the one method. Then the second one is center line method.
So mainly we are following these two methods for finding out the estimate. Estimate ചെയ്യാൻ വേണ്ടി for preparing the estimate. For the preparation of the estimate, we are using two methods, long wall, short wall method as well as center line method. These are the two different methods commonly used for preparing an estimate. അതിൽ ഇത് രണ്ടും നമുക്ക് ഉപയോഗിക്കാൻ പഠിക്കാം, പക്ഷെ കുറച്ചും കൂടി ഈസി ആയിട്ടുള്ളത് സെൻട്രൽ ലൈൻ മെത്തേഡാണ്. അപ്പൊ സെൻട്രൽ ലൈൻ മെത്തേഡ് ആയി എടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് എസ്റ്റിമേഷൻ ചെയ്യാൻ പറ്റും. സോ സെൻട്രൽ ലൈൻ മെത്തേഡ് വെച്ച് എസ്റ്റിമേഷൻ ചെയ്യുന്ന ഒരു എക്സാമ്പിൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പം ബിൽഡിംഗിന്റെ ഡീറ്റെയിൽഡ് എസ്റ്റിമേഷൻ എടുക്കുന്നതിന്റെ പ്രധാനപ്പെട്ട രണ്ട് മെത്തേഡുകളാണ് ലോങ് വാൾ ഷോർട്ട് വാൾ മെത്തേഡും ആൻഡ് സെൻട്രൽ ലൈൻ മെത്തേഡ്. Prepare an approximate estimate of building. பில்டிங்கோட அப்ராக்சிமேட் எஸ்டிமேட் எப்படி போகணுங்கிறத இந்த வீடியோவில் பார்ப்போம். டோட்டல் பிளிந்த் ஏரியா ஆஃப் பில்டிங்கோட டோட்டல் பிளிந்த் ஏரியா 800 ஸ்கொயர் மீட்டர், அது 800 ஸ்கொயர் மீட்டர் ஸ்கொயரில் இருக்குது. பிளிந்த் ஏரியா ரேட்டு பெர் ஸ்கொயர் மீட்டர் ₹4,500. ஒரு ஸ்கொயர் மீட்டருக்கு 4,500 ருபீஸ் வருது. மொத்தம் ஸ்கொயர் மீட்டர் வந்து 800 ஸ்கொயர் மீட்டர் ஒரு பில்டிங்கோட பிளிந்த் ஏரியா. இப்போ சொல்யூஷன், cost of building is equal to total plinth area of building into plinth area rate. இது மொத்த ஏரியா, இது வந்து ஒரு ஏரியாக்கான காஸ்ட். ரெண்டுத்தையும் மல்டிப்ளை பண்ணோம்னா 36 lakhs, அதாவது காஸ்ட் ஆஃப் பில்டிங் வந்து 36 lakhs வருது. இதில் ஒவ்வொரு இதுக்கும் வாட்டர் சப்ளை, சானிடரி ஒன்றுக்கும் என்னென்ன ரேட்டுங்கிறது தனித்தனியாக பார்ப்போம். இது டோட்டல் காஸ்ட் ஆஃப் பில்டிங். அப்புறம் ஆட் த காஸ்ட் ஆஃப் வாட்டர் சப்ளை சார்ஜஸ். வாட்டர் சப்ளை, ஒரு பில்டிங்கோட வாட்டர் சப்ளை ஃபெசிலிட்டிஸுக்கு 7.5% இந்த ஃபுல் அமௌண்ட்லேருந்து அதுக்கு ப்ரொவைட் பண்ணுவாங்க. ஸோ 36 lakhs அப்படியே எழுதிட்டு இன்ட்டு 7.5 டிவைடட் பை 100 பண்ணோம் அப்படின்னா 2,70,000 வேல்யூ வரும். இது வாட்டர் சப்ளைக்கு. இதுக்கு அடுத்து வந்து ஆட் த காஸ்ட் ஆஃப் சானிட்டரி அண்டு எலக்ட்ரிக்கல் இன்ஸ்டாலேஷன். சானிட்டரினா அந்த பைப்பு, சிங்க்கு, இதெல்லாம் சானிட்டரி வரும். அப்புறம் எலக்ட்ரிக்கல் இன்ஸ்டாலேஷன், இது ரெண்டுத்துக்கும் சேர்த்து 15% அமௌண்ட். அதாவது டோட்டல் பில்டிங் காஸ்ட்டில் 15% வந்து இந்த ரெண்டு பர்பஸ்க்காக ஒதுக்கணும். எப்படின்னா அந்த டோட்டல் காஸ்ட் ஆஃப் பில்டிங் 36 lakhs இன்ட்டு 15 டிவைடட் பை 100 பண்ணோம் அப்படின்னா 5,40,000 வரும். இந்த அமௌண்ட் வந்து சானிட்டரிக்கும் எலக்ட்ரிக்கல் பர்பஸுக்கும் இந்த அமௌண்ட் ஆகுது. அப்புறம் ஆட் த காஸ்ட் ஆஃப் ஆர்கிடெக்சரல் ஃபீச்சர்ஸ் ஆஃப் 1%. ஆர்கிடெக்சர்னா ஒரு பில்டிங் வந்து அழகுபடுத்துறதுக்கு. எக்ஸாம்பிள் அப்படின்னா இந்த எலிவேஷன் பர்பஸு, டிசைனு, ஆர்கிடெக்சர்னா மீனிங் வந்து ஒரு பில்டிங் அழகுபடுத்துறதுக்கு. அதாவது எக்ஸாம்பிள் வந்து எலிவேஷன், அதுக்கு வந்து 1% டோட்டல் காஸ்ட் ஆஃப் பில்டிங்கில். ஸோ 36 lakhs இன்ட்டு 1 டிவைட் பை 100, அது 36,000 வரும். அதோட ஆர்கிடெக்சரல் ஃபீச்சர்ஸ்க்காண்டி 36,000 வந்து ப்ரொவைட் பண்ணுறாங்க. ஆட் த காஸ்ட் ஆஃப் ரோட் லான்ஸ் அட் 5%. ரோடு லான்ஸ் அப்படின்னா ஃபர்ஸ்ட் லான்ஸ்னா என்ன அப்படின்னா தோட்டக்கலைன்னு சொல்லுவாங்களே, லேண்ட்ஸ்கேப் ஆர்கிடெக்சர். ஒரு பில்டிங்னா சரௌண்டிங்கில் உள்ள புல்வெளி மாதிரி அமைக்கிறது, க்ரீனரிஸாக வச்சுக்கிறது. ரோட்ஸ்னா இந்த இடத்துல பாதையை குறிக்கும். இப்போ க்ரீனரியாக வந்து கிராஸ்லேயே பாதை மாதிரி அமைச்சிருப்பாங்க, அதெல்லாம் வந்து ரோட் லேண்ட்ஸ், க்ரீனரிஸாக வச்சுக்கிறது. இதுக்கு வந்து 5% அமௌண்ட் டோட்டல் காஸ்ட் ஆஃப் பில்டிங்கில். ஸோ 36 lakhs இன்ட்டு 5 டிவைடட் பை 100 பண்ணோம் அப்படின்னா 1,80,000 ருபீஸ் வரும். அண்டு காஸ்ட் ஆஃப் கண்டிஜென்சிஸ் அட் 4%. கண்டிஜென்சிஸ் அப்படின்னா எதிர்பாராத செலவு, இதை வந்து இந்த இதில் வரும். அது வந்து 4% வந்து அலாட் பண்ணுறாங்க. ஸோ 36 lakhs இன்ட்டு 4 டிவைடட் பை 100 பண்ணோம் அப்படின்னா 1,44,000 வரும். இது வந்து கண்டிஜென்சிஸில் இந்த அமௌண்ட்டு. அடுத்து டோட்டல் காஸ்ட், எல்லா காஸ்ட்டும் ப்ளஸ் பண்ணணும். ஃபர்ஸ்ட் டோட்டல் அமௌண்ட் 36 lakhs ப்ளஸ் வாட்டர் சப்ளை, சானிட்டரி, எலக்ட்ரிக்கல் இன்ஸ்டாலேஷன், ரோட் லான்ஸ், ஆர்கிடெக்சரல் எல்லா அமௌண்ட்டையும் தனித்தனியாக எல்லா அமௌண்ட்டும் ப்ளஸ் பண்ணணும். ப்ளஸ் பண்ணால் அந்த ஓவரால் ஒரு அமௌண்ட் வரும். இந்த அமௌண்ட்டோட சூப்பர்விஷன், அதாவது இதர செலவுகள்னு சொல்லுவாங்களா, ஒரு பில்டிங் கட்டி முடிஞ்சா சின்ன சின்ன செலவு இருக்கும், சின்ன சின்ன இது அரேஞ்ச்மெண்ட் பண்ண வேண்டியிருக்கும், சின்ன சின்ன ஃபினிஷிங் பண்ண வேண்டியிருக்கும். அதுக்காண்டி இந்த சூப்பர்விஷன்னா ஃபினிஷிங். இது வந்து 8% ஓவரால் காஸ்ட் வந்து 80%
ஒதுக்குவாங்க. அதுக்கு வந்து ஓவரால் காஸ்ட் 47,70,000. ஸோ 47,70,000 இன்ட்டு 8 டிவைடட் பை 100 சூப்பர்விஷன் சார்ஜஸ்க்கு இது 3,81,600 ருபீஸ் வரும். கிராண்ட் டோட்டல் காஸ்ட் அப்படின்னா எல்லா காஸ்ட்டையும் ப்ளஸ் பண்ணணும். இந்த டோட்டல் காஸ்ட்டு ப்ளஸ் சூப்பர்விஷன் காஸ்ட் ரெண்டுத்தையும் ப்ளஸ் பண்ணணும். இது டோட்டல் காஸ்ட் ஆஃப் எல்லாமே எல்லா செலவையும் சேர்த்து இந்த அமௌண்ட்டு ப்ளஸ் சூப்பர்விஷன் சார்ஜஸ் ரெண்டுத்தையும் ஆட் பண்ணோம் அப்படின்னா 51,51,600 ருபீஸ் வரும். இதுதான் கிராண்ட் டோட்டல் காஸ்ட், அதாவது ஒரு பில்டிங்கோட அப்ராக்சிமேட் எஸ்டிமேட். ஓகே, நெக்ஸ்ட் வந்து ஒரு ரோடு எம்பாக்மெண்ட் வந்து எவ்வளோ வால்யூம் ஆஃப் எம்பாக்மெண்ட் இருக்குங்கிறத நெக்ஸ்ட் வீடியோவில் பார்ப்போம். தேங்க்யூ.